യേശുവേ മാത്രം സ്നേഹിക്കും ഞാൻ, യേശുവേ നോക്കി ജീവിക്കും ഞാൻ, യേശുവേ മാത്രം സ്നേഹിക്കും ഞാൻ. പ്രിയമുള്ളവരെ, ദാവീദ് നഗ്നനായി നൃത്തം ചെയ്തെന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ രാജവസ്ത്രം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, രാജവസ്ത്രം ഉരിഞ്ഞു മാറ്റിവെച്ചു. അതായത് അവൻ പെട്ടകത്തിന്റെ മുമ്പിൽ ആളുകൾ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവരോട് കൂടെ കൂടാൻ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അവന്റെ ഇന്നർ ഗാർമെന്റിന്റെ മുകളിൽ അവന് ഓവർ ഇത് റോയൽ ഗാർമെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ അവനോട് തന്നെ ചോദിച്ചു, എടാ, രാജാവിന്റെ വസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യാൻ ഞാൻ ആരാ? അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? രാജാവിന്റെ ആ മേലാട ഊരി വെച്ചിട്ട് സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ നൃത്തം ചെയ്തു. അല്ലാതെ ആത്മാവ് കയറിയ തുണി പറിച്ചു കളയുമെന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല, ഇതൊക്കെ പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നം. ആൾക്കാർ പറയുന്ന കാര്യമാണ്, അത് ദാവീദ് നഗ്നനായി നൃത്തം ചെയ്തില്ലെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മീകൾ ഇത് കണ്ടപ്പോഴത്തേക്ക് മീകൾ ചോദിക്കുന്നു, നീ സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ, നഗ്നനായെന്നല്ല എഴുതിയിരിക്കുന്നത്, നീ സാമാന്യ ജനത്തിൽ ഒരുത്തനെ പോലെ കുതിച്ചു ചാടുന്നത് എന്തുകൊണ്ടാണ്? നീ എന്തുകൊണ്ടാണ് രാജവസ്ത്രം? അവളെ സംബന്ധിച്ചുള്ള അവൾ രാജാവിന്റെ മോളായിട്ട് വളർന്നതല്ലേ, അവൾക്ക് മനസ്സിലാകുന്നില്ല രാജാവ് രാജവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് സാമാന്യ ജനത്തിന്റെ ഇടയിലേക്ക് കയറുന്നത്. അവന്റെ ഡിഗ്നിറ്റി കളഞ്ഞു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡിഗ്നിറ്റി. ഇതൊക്കെ ഈ ഇടയ്ക്ക് പറയുന്നതിന്റെ കാര്യം ഇതാണ്. വെറുതെ ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി പേരിറങ്ങിയിട്ടുണ്ട്. അവർക്ക് വേദോസം അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നതാണ്. യു ഗോട്ട് മൈ പോയിന്റ്? ഹല്ലേലൂയ. അപ്പൊ എന്നതുപോലെ കർത്താവ് എന്ത് ചെയ്തു? അവന്റെ മേലാടെ ഊരി വെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവൻ വിവസ്ത്രനായി എന്നവിടെ അർത്ഥമില്ല. മേലാടെ ഊരി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി എന്ത് ചെയ്യുന്നു? അരയിലെ ഒരു തുവർത്ത് ചുറ്റി. അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. സി, നമ്മളുടെ ഇവിടെ, നമ്മളെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ സാധാരണ നിലയിൽ ഇപ്പൊ ആഫ്രിക്കയിലെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മൊസാംബിക്കിലും ഒക്കെ നമ്മളിപ്പം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് സാധാരണ രീതിയിൽ അവിടുത്തെ ഒരു പെങ്കൊച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഒരു അല്പം ചൂടുള്ള വെള്ളം, അവിടെ ടാപ്പും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ അവര് നമ്മളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവർ വെള്ളം ഒഴിച്ചു തന്ന് കൈ കഴിക്കാനാണ്. അത് ഭയങ്കര രസകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഹൈജീനിക് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ജെസിയൊക്കെ സാധാരണ പറയാറുണ്ട്, എന്റെ ദൈവമേ അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു. അത്രയ്ക്കും ഹോസ്പിറ്റാലിറ്റി ഈ പറയുന്ന ആഫ്രിക്കൻ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അവര് ആദ്യം വന്നിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ലിക്വിഡ് സോപ്പ് ഒരു സ്വല്പം ഒന്ന് ഒഴിച്ചിട്ട് എന്നിട്ട് പിന്നെയും വെള്ളം ഒഴിച്ച് നമ്മൾ കൈ കഴുകി കഴിയുമ്പോൾ ഒരു ബഞ്ച് ടിഷ്യൂ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ തുടച്ചു കഴിയുമ്പോൾ വേറൊരു പാത്രം കൊണ്ട് വരും ആ ടിഷ്യൂ ഇടാനായിട്ട്. അങ്ങനെയൊക്കെ അവിടെ ചെയ്യുന്നത്. എന്നാൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റില് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ഈ കൈകൾ കഴുകിക്കുന്നതിന് പകരം കാല് കഴുകുകയാണ് അവരുടെ പതിവ്. പക്ഷെ ആരാണ് കാല് കഴുകുന്നത്? അതാണ് ചോദ്യം. ഒരു വീട്ടിൽ എന്നെ വിരുന്നിന് വിളിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഒരു ടീമിനെ വിരുന്നിന് വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കാല് കഴുകുന്നത് സ്വാഭാവികമായി ആ വീട്ടിലെ അടിമയാണ്. സ്ലേവ്, സെർവന്റ് അല്ല, സ്ലേവ്. അന്ന് പല വീടുകളിലും അടിമകൾ ഉണ്ട്. അടിമയാണ് നമ്മുടെ കാല് കഴുകുന്നത്. ഇനി ആ വീട്ടിൽ അടിമകൾ ഇല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാരാണോ, കുഞ്ഞെന്നർത്ഥത്തിലല്ല, ഏറ്റവും ഡിഗ്നിറ്റിയിലെ ഏറ്റവും താഴെയുള്ള ആള്, ഒരു പക്ഷേ ആ വീട്ടിലെ ഇളയ പിള്ളേർ വല്ലതും ആയിരിക്കും, അതല്ലെങ്കിൽ ജോലിക്കാർ വേറെ ആരെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ. ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാരാണോ അവരാണ് എന്ത് ചെയ്യുന്നത്? കാല് കഴുകാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് ഇറങ്ങി ചെയ്യുന്ന ജോലി ഇപ്പോൾ ആരുടെ ജോലിയാ ചെയ്യുന്നത്? അടിമയുടെ ജോലിയാണ്. പക്ഷെ മനസ്സിലാക്കണം, താൻ ആരാണെന്നും പിതാവ് സകലതും തന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നുവെന്നും അറിഞ്ഞിരിക്കെ. അപ്പൊ ഇഗ്നറൻസിൽ നിന്നല്ല
യേശു അടിമയുടെ ലെവലിലേക്ക് താഴ്ന്നിറങ്ങി വരുന്നത് അടിമയുടെ ജീവിതം, അടിമയുടെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് യേശു കർത്താവിന്റെ തീരുമാനമാണ്, ചോയ്സാണ്, തെരഞ്ഞെടുപ്പാണ്. അവൻ അടിമയായതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു വീട്ടിലെ അടിമ വന്ന് കാല് കഴിയാൽ അതിനകത്ത് വലിയ അത്ഭുതമില്ല. പക്ഷെ ഇതാരാണ്? സർവപ്രപഞ്ചത്തിന്റെയും ഉടയവൻ. ദൈവം സകലതും അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരിക്കുന്നു. അവൻ അറിയാത്തല്ല, അവന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ച്, അവന്റെ ഗ്ലോറിയെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. പക്ഷേ അവൻ താഴേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവരിൽ വെച്ച് ആർ വലിയവൻ എന്ന ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ഒന്ന് യഹൂദന്മാരുടെ സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. യഹൂദന്മാരുടെ സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ച് ആരാണ് കാല് കഴുകുന്നത്? അടിമ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകമായ മറ്റൊരു സാഹചര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ ഇടയിൽ ഒരു വലിയ തർക്കം ഉണ്ടാകുന്നു. എന്താണ് തർക്കം? ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയവൻ? കാരണം ആർക്കും ചെറിയവനാകാൻ മനസ്സില്ല. ആരാണ് വലിയവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഞാനാണ് വലിയവൻ എന്നാ. അപ്പൊ പിന്നെ ചെറിയവൻ ഇല്ലാതായിപ്പോയി, പിന്നെ ആരാ കാല് കഴുകുന്നത്? അപ്പൊ യേശു പറഞ്ഞു, ഞാനാണ് ഏറ്റവും ചെറിയവൻ. യേശുവിന് അവൻ ആരെന്നറിയാമായിരുന്നു, പക്ഷെ ശിഷ്യന്മാർക്ക് അവരാരാന്നുള്ളത് അറിയത്തില്ലായിരുന്നു. യേശുവിന് അവൻ ആരാണെന്നുള്ളത് അറിയാമായിരുന്നു, പക്ഷെ ശിഷ്യന്മാർക്ക് അവരാരാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ചോയ്സാണ്. യേശു ഇറങ്ങി വന്നയാളാ. നമ്മൾ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളില് നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് യേശുവിന്റെ പ്രത്യേകത പറയാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ഹി വാസ് ഈക്വൽ വിത്ത് ഗോഡ്. അവൻ ദൈവത്തോട് സമനായിരിക്കെ, അതാണ് അവിടുത്തെ അർത്ഥം. അവനിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ ദൈവത്തോട് സമനായിരിക്കെ ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ കാര്യം ഓർത്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം യേശു ഭൂമിയിൽ തച്ചന്റെ മകനായി ജനിച്ചു എന്നുള്ളത് അല്ല, യേശു ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചാൽ തന്നെ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ സാക്രിഫൈസ് അതാണ്. ഏറ്റവും വലിയ സാക്രിഫൈസ്. ഞാൻ പണ്ട് മരിപ്പച്ച എന്ന് പറഞ്ഞ മാസിയ ഞാൻ തുടങ്ങിയത്, അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കല് ജെയിംസ് ഇർവിൻ ചന്ദ്രനിൽ പോയിട്ടുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങളുടെ മാഗസിനിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചത്, ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ആർ ഇൻ മൂൺ? ചന്ദ്രനിൽ ചെന്ന് നടന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം ഞാൻ എന്റെ മാസികക്കകത്ത് അന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഇറ്റ് ഈസ് വണ്ടർഫുൾ. ചന്ദ്രനിൽ നടക്കാന്ന് പറയുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഈസ് വണ്ടർഫുൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ബട്ട് വെൻ ഐ ലുക്ക് ഗാഡ് വാക്കിംഗ് ഓൺ എർത്ത്, ഇറ്റ് ഈസ് നത്തിങ് ദാറ്റ് മാൻ വാക്കിംഗ് ഓൺ മൂൺ. എടാ, ദൈവം ഭൂമിയിൽ ഇറങ്ങി നടന്നത് വെച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ നടന്നെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത്? ദൈവം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നത്. അതിനോട് താരതമ്യം ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. ചിലപ്പോൾ ആളുകൾ എന്നോട് ഇങ്ങനെ പറയും, എന്നാലും സാജി ബ്രദർ ആഫ്രിക്ക പൊക്കളഞ്ഞല്ലോ, വലിയൊരു ത്യാഗമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് യേശു ഭൂമിയിലോട്ട് വന്നില്ല, പിന്നെ അതിനേക്കാളും വലുതാണോ ഇന്ത്യയിൽ ഇരുന്ന ഞാൻ ആഫ്രിക്കയ്ക്ക് പോകുന്നത്? ഇതൊന്നും ഒരു ത്യാഗമല്ല. കർത്താവിന്റെ ത്യാഗം, കർത്താവിന്റെ ഹ്യൂമിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു ത്യാഗം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, അഥവാ മനുഷ്യനായി എന്ന് മാത്രമല്ല, അവനൊരു അടിമയായി. ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. അത് അവന്റെ ചോയ്സാണ്. യേശുവിന്റെ താഴ്ച എന്ന് പറയുന്നത്, ഒരു അടിമ വംശത്തിലേക്ക് വരുവാനുള്ള അവന്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റലായിട്ട് വന്നതല്ല, അതവന്റെ ചോയ്സാണ്. പ്രിയമുള്ളവരെ, താഴ്മ എന്ന് പറയുന്നത്, ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആയിരിക്കണം, നമ്മുടെ തീരുമാനമായിരിക്കണം. അതാണ് യേശുക്രിസ്തുവിന്റെ ഭാവം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഹി കെയിം ഡൗൺ. അവൻ ഇറങ്ങി 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 ഏറ്റവും താഴേക്ക് വന്നു, ഒരടിമയായിട്ട്. മനുഷ്യനാകുന്നത് തന്നെ അത്ഭുതമാണ്, പക്ഷെ അവൻ അടിമയായി തീർന്നു. എന്താണെന്നറിയാമോ? ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്താണ് കർത്താവ് ഇങ്ങനെ ചെയ്യാൻ കാര്യം? എന്താണെന്നറിയാമോ? യേശുവിന്റെ അടുത്ത് ഒരു വ്യക്തിക്കും ചെന്നിട്ട് പറയാൻ കഴിയരുത്, കർത്താവേ എന്റെ പ്രയാസം വല്ലോ നിനക്കറിയാമോ? നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, അങ്ങേർക്ക് ഇതുവല്ലോ അറിയാമോ? അങ്ങേര് സിൽവർ സ്പൂണുമായിട്ട് ജനിച്ചു, നമ്മുടെ പട്ടിണിയോ വല്ലോ അങ്ങേർക്ക് അറിയാമോ? പക്ഷേ യേശു എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി. എന്തിനാ? എല്ലാവർക്കും അവൻ അപ്രോച്ചബിൾ ആകാനായിട്ട്. യേശുവിന്റെ അടുത്ത് ഒരാൾക്കും ചെന്നിട്ട് പറയാൻ പറ്റില്ല, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. കർത്താവേ നീ വിഷം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പിശാച് അവനെ പരീക്ഷിക്കുന്നതന്നെ അവന് വിശന്നപ്പോഴാണ്. അത് തന്നെയല്ല, പിന്നൊരിക്കൽ വന്നപ്പോൾ അത്തിപ്പഴത്തിൽ ഒരു കായെങ്കിലും കിട്ടുമെന്ന് അവൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല. അന്ന് രാത്രി വിശന്ന വയറുമായിട്ട് അവൻ കിടന്നുറങ്ങിയത്. അവൻ കൽപ്പിച്ചിരുന്നെങ്കിൽ 1000 കിലോമീറ്റർ ദൂരെ നിന്ന് പഴുത്ത അത്തിപ്പഴം അവന്റെ തൊണ്ടയ്ക്ക് വന്ന് കയറിയനെ. യേശുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ അവന് വേണ്ടി ഒരു അത്ഭുതവും പ്രവർത്തിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അവൻ പ്രവർത്തിച്ച മുഴുവൻ അത്ഭുതങ്ങളും ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ തനിക്ക് വേണ്ടി തന്നെ ഒരു അത്ഭുതവും അവൻ പ്രവർത്തിക്കുന്നില്ല. യുസി, നമ്മുടെ ആളുകൾ അങ്ങനല്ല. നമ്മുടെ ആളുകളെല്ലാം അവരവർക്ക് വേണ്ടിയാണ് നേടുവാൻ നോക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അത് ക്രിസ്തുവിന്റെ ഭാവമല്ല. നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഒരു ചോയ്സ്, അവൻ ഇറങ്ങി 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 വന്നു. നമ്മളെ ചിന്ത തന്നെ നമ്മൾ കയറി 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 പോകുമെന്ന്. ഒറീസയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന മർത്തോമ സഭയിലെ അഡ്വക്കേറ്റ് സൈറസ്, ചിലർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാമായിരിക്കും. അദ്ദേഹം ഞാൻ ഒരിക്കൽ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സജു നിങ്ങളെയൊക്കെ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങളെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഈ ബോണഗൈൻ ക്രിസ്ത്യൻസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നിന്നെ ഉയർത്തും. നീ നടന്ന് സുവിശേഷ വേല ചെയ്താൽ കർത്താവ് നിനക്കൊരു സൈക്കിൾ തരും. ഒരു സൈക്കിൾ ചവിട്ടി സുവിശേഷ വേല ചെയ്താൽ കർത്താവ് നിനക്കൊരു മോട്ടോർ ബൈക്ക് തരും. മോട്ടോർ ബൈക്ക് ഓടിച്ച് നീ സുവിശേഷ വേല ചെയ്താൽ ദൈവം നിനക്കൊരു കാറ് തരും. കാറിൽ നീ സുവിശേഷ വേല ചെയ്താൽ ദൈവം നിനക്കൊരു വാൻ തരും. വാനിൽ നീ ഒരു സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ നിന്നെ എപ്പോഴും പറത്തി നടത്തും. ഈ പറക്കുന്നതൊന്നും അത്ര വലിയ സുഖമൊന്നുമില്ല. ഇപ്പൊ പറക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. പക്ഷെ യേശു തിരിച്ചായിരുന്നു. നമ്മുടെ മനസ്സിലെ ആത്മീയ ഔന്നത്യം എന്ന് പറയുന്നത് നടന്ന് സൈക്കിൾ ചവിട്ടി ബൈക്ക് ഓടിച്ച് കാറ് ഡ്രൈവ് ചെയ്ത് പറന്നു പോകുന്നതാണ് നമ്മുടെ മനസ്സിലെ സ്വപ്നം. പക്ഷെ യേശു പറന്ന് താഴോട്ട് വന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പറന്ന് കാർ ഓടിച്ച് മോട്ടോർ സൈക്കിൾ ഓടിച്ച് സൈക്കിൾ ചവിട്ടി നടന്നു പോകുന്ന ആ റിവേഴ്സിലാണ് കർത്താവിന്റെ ജീവിതം. ആ ഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അതാണ് അവന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അവന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് റിയൽ ഹ്യൂമിലിറ്റിയിലാണ് അവൻ ചെയ്തത്, അല്ലാതെ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് ചെയ്തതല്ല. അതവന്റെ ചോയ്സ് ആണെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. അവൻ ഗതികേട് കൊണ്ട് ദാസ്യ വേഷമെടുത്തതല്ല, അവന്റെ ചോയ്സ്. അവൻ ചൂസ് ചെയ്തു. കാര്യം എന്താണ്? എല്ലാവർക്കും അവൻ അപ്രോച്ചബിൾ ആകണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ദി ഡിസൈപ്പിൾസ് വർ ഫൈറ്റിംഗ് ഫോർ എ ത്രോൺ. ഇപ്പം
മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിലും അതിന്റെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു, നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവൾ പറഞ്ഞു. അവൻ അവളോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയമെങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരന് നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവേ മാത്രം സ്നേഹിക്കും ഞാൻ, യേശുവേ നോക്കി ജീവിക്കും ഞാൻ. യേശുവേ മാത്രം സ്നേഹിക്കും ഞാൻ, യേശുവേ നോക്കി ജീവിക്കും ഞാൻ. യേശുവിൻ നാമം കീർത്തിക്കും ഞാൻ, യേശുവിനായി പാടിടും ഞാൻ. യേശുവിൻ നാമം കീർത്തിക്കും ഞാൻ, യേശുവിനായി പാടിടും ഞാൻ. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും. യേശു എന്നെ സ്നേഹിച്ചല്ലോ, ക്രൂശിൽ സ്വജീവൻ വച്ചുവല്ലോ. യേശു എന്നെ സ്നേഹിച്ചല്ലോ, ക്രൂശിൽ സ്വജീവൻ വച്ചുവല്ലോ. നാശമൺ പാത്രമാമെനിക്കു ശാശ്വത ഭാഗ്യം തന്നുവല്ലോ. നാശമൺ പാത്രമാമെനിക്കു ശാശ്വത ഭാഗ്യം തന്നുവല്ലോ. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും. ലോക സൗഭാഗ്യം തേടി നീ പോകുകയില്ല നിർണയമായി. ലോക സൗഭാഗ്യം തേടി നീ പോകുകയില്ല നിർണയമായി. മാമക ജീവൻ പോവോളവും മാമഹൽ സ്നേഹം ഘോഷിക്കും ഞാൻ. മാമക ജീവൻ പോവോളവും മാമഹൽ സ്നേഹം ഘോഷിക്കും ഞാൻ. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിത്യ നിക്ഷേപവും.